നമസ്കാരം. ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ എല്ലാ മേഖലയിലെയും തൊഴിലാളികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കുന്ന നിയമം യുഎഇയിൽ നിലവിൽ വന്നു. അബുദാബി, ദുബായ് എന്നീ എമിറേറ്റുകളിൽ നിലവിലുള്ള ഈ നിയമം ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ, ഫുജേറ എന്നീ എമിറേറ്റുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ്. സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ, വീട്ടുജോലിക്കാർ തുടങ്ങി വിദേശികളടക്കമുള്ള എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കണം. ദുബായിൽ ബീച്ചുകളിൽ കുടുംബങ്ങൾക്ക് മാത്രമായി പ്രവേശനം പരിമിതപ്പെടുത്തി. 6 ബീച്ചുകളിലാണ് ഇത് ബാധകമാകുക. പുതുവർഷ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ക്രമീകരണം. ഡിസംബർ 31 മുതലാണ് 6 ബീച്ചുകളിൽ പ്രവേശനം കുടുംബങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയത്. പുതുവർഷത്തിനെതിലും പരിമിത പ്രവേശനം തുടരും. ജുമേറ ബീച്ച് 2, ജുമേറ ബീച്ച് 3, സുഖീം 1, സുഖീം 2, അൺറൈസ് ബീച്ച്, അൽ മംസാർ ബീച്ച് എന്നിവിടങ്ങളിലാണ് ഈ ക്രമീകരണം. സൗദി തലസ്ഥാന നഗരത്തിലെ ഒരു ബസ് വെയിറ്റിംഗ് സ്റ്റേഷന് കേടുവരുത്തിയ 2 പേരെ പിടികൂടി. യാത്രക്കാരുടെ കാത്തിരിപ്പ് കേന്ദ്രത്തിലെ സുരക്ഷാ ഉപകരണങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതായിട്ടുള്ള വീഡിയോയിൽ നിന്ന് തിരിച്ചറിഞ്ഞ 2 പേരെയാണ് റിയാദ് മേഖല പോലീസ് അറസ്റ്റ് ചെയ്തത്. വീഡിയോ ഷൂട്ട് ചെയ്യുകയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തവർക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിച്ചതായി പൊതുസുരക്ഷാ വകുപ്പ് അറിയിച്ചു. ദുബായ് തെരുവുകളിലെ കഫറ്റീരിയകളിൽ ലഭിച്ചിരുന്ന 1 ദിർഹത്തിന്റെ ചായയും 1 ദിർഹത്തിന്റെ പെറോട്ടയും ഇനി ലഭിക്കില്ല. ഇന്ന് ജനുവരി മുതൽ ഇവയ്ക്ക് ചുരുങ്ങിയത് 1.5 ദിർഹം നൽകേണ്ടി വരും. പതിറ്റാണ്ടുകളായി ദുബായിലെ തെരുവ് സംസ്കാരത്തിന്റെ പ്രധാന ഘടകമാണ് 1 ദിർഹം ചായ. 15 വർഷം മുമ്പ് ഒരു കഫറ്റീരിയയിൽ 1 കപ്പ് കാപ്പിക്ക് 1 ദിർഹവും ചായയ്ക്ക് 0.5 ദിർഹവുമായിരുന്നു. 2025 ആഘോഷത്തോടെ വരവേറ്റി യുഎഇ ബുർജ് ഖലീഫയിലും ഗ്ലോബൽ വില്ലേജിലും ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ വെടിക്കെട്ട് നടന്നു. യുഎയിലെ ഏറ്റവും ആകർഷകമായ വിനോദസഞ്ചാര കേന്ദ്രമായ ബുർജ് ഖലീഫയിലെ വെടിക്കെട്ട് കാണാൻ 10,000-ങ്ങളാണ് എത്തിയത്. മെട്രോയിൽ ഉൾപ്പെടെ പൊതുഗതാഗത സംവിധാനങ്ങളിലും വലിയ തിരക്ക് അനുഭവപ്പെട്ടു. 9 മിനിറ്റ് നേരമാണ് ബുർജ് ഖലീഫയിൽ വെടിക്കെട്ട് നടന്നത്. തുടർച്ചയായി പിഴവുകൾ വരുത്തിയതിനെ തുടർന്ന് പ്രവാസി ദന്ത ഡോക്ടറെ ആരോഗ്യ മേഖലയിൽ നിന്ന് സൗദി വിലക്കി. ഡെന്റൽ ഇംപ്ലാന്റുകളും പ്രോസ്റ്റോഡോണ്ടിക്സും നടത്തി ഡോക്ടർ തന്റെ സ്പെഷ്യലൈസേഷന്റെ അധികാരപരിധി ലംഘിക്കുകയായിരുന്നു. ഹമദ് രാജ്യാന്തര വിമാനത്താവളം വഴി രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച ലഹരിമരുന്ന് ഗുളികൾ ഖത്തർ എയർപോർട്ട് അധികൃതർ പിടികൂടി. 1932 ലിറിക്ക ഗുളികളാണ് ഒരു യാത്രക്കാരനിൽ നിന്നും പിടികൂടിയത്. പിടിയിലായ പ്രതിയെ കൂടുതൽ നിയമ നടപടികൾക്കായി കസ്റ്റംസ് അധികൃതർ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. എന്നാൽ പിടിയിലായ യാത്രക്കാരൻ ഏത് രാജ്യക്കാരനാണെന്ന് അധികൃതർ വെളിപ്പെടുത്തിയിട്ടില്ല. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മറ്റുള്ളവരെ അപമാനിക്കുന്നവർക്ക് 2.5 ലക്ഷം മുതൽ 5 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തുമെന്ന് യുഎഇ പബ്ലിക് പ്രോസിക്യൂഷൻ വീണ്ടും ഓർമ്മിപ്പിച്ചു. 2 സുഹൃത്തുക്കൾ തമ്മിലുള്ള സാമ്പത്തിക തർക്കം സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചതിനെ തുടർന്നുണ്ടായ നിയമ നടപടികൾ മുൻനിർത്തിയാണ് അധികൃതർ ഇക്കാര്യം വീണ്ടും ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. പുതുവർഷാഘോഷത്തോടനുബന്ധിച്ച് ഗതാഗത നിയമലംഘനം നടത്തിയവർക്ക് 2,000 ദിർഹം പിഴ ചുമത്തി. കാറിന്റെ ഗ്ലാസിലും സൺറൂഫിലും ഇരുന്ന് യാത്ര ചെയ്തവർക്കും അഭ്യാസ പ്രകടനം നടത്തിയവർക്കുമാണ് പോലീസ് പിഴയിട്ടത്. ലൈസൻസിൽ 23 ബ്ലാക്ക് പോയിന്റ് രേഖപ്പെടുത്തുകയും 60 ദിവസത്തേക്ക് വാഹനം പിടിച്ചുവെക്കുകയും ചെയ്തു. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.